വീണ്ടും ഞാനൊരു ബ്ലൗസിന്റെ ടിപ്സ് ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം പലർക്കും ബ്ലൗസ് തയ്ച്ച് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ മെഷീൻ ഇല്ലെങ്കിലും തുന്നാൻ അറിയുന്നവരാണെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ച് നമുക്ക് തുന്നി അത് അറിയാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലൗസ് തയ്ക്കുന്നവർക്കായാലും അതുപോലെ തയ്ച്ച് കിട്ടിയ ബ്ലൗസ് ശരിയാക്കാനാണെങ്കിലും ഞാൻ പറയുന്ന ടിപ്സ് ഉപകാരപ്രദമായിരിക്കും. എല്ലാവരും പറയുന്നത് വയറിന്റെ ഭാഗം ഇങ്ങനെ മടങ്ങി മടങ്ങി ബ്ലൗസ് കയറി പോകുന്നു എന്നുള്ളതാണ്. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് ബ്ലൗസിന് നല്ല ഇറക്കം തന്നെ വേണം. പിന്നെ ഈ ഒരു കട്ടിങ് ശ്രദ്ധിക്കണം. ഈ കട്ടിങ്ങിന്റെ ഭാഗത്ത് നല്ല ടൈറ്റ് ആയിരിക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും കയറി പോകുന്നുണ്ടെങ്കിൽ വയറ് കൂടുതലുള്ളവർക്ക് അത് സ്വാഭാവികമായിട്ടും മടങ്ങി മടങ്ങി പോകും. അതിനുള്ളത് നമ്മൾ തയ്ച്ച് കിട്ടിയ ബ്ലൗസിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കിടെ ഈ സാരി ഒന്ന് പരിചയപ്പെടണ്ടേ. ഇതേപോലെ മോഡൽ സാരി കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിരുന്നു. ഒരു ലിനൻ മിക്സ് ആയിട്ടുള്ള ഒരു ജൂട്ട് അല്ലെങ്കിൽ ടെസ്റ്ററിന്റെ പോലെ എനിക്ക് തോന്നുന്നു, അതോ ജൂട്ടിന്റെ സെമി ജൂട്ടാണോന്ന് അറിയില്ല. അതിനകത്ത് അജ്രക് പ്രിന്റ് വന്നിരിക്കുന്നതാണ്. അത്യാവശ്യം ഉടുത്തു കേട്ടോ. വിത്ത് ബ്ലൗസ് ഒക്കെ കേടായി. ഇപ്പോൾ വേറൊരു സാരിയുടെ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സാരി 1200 രൂപയാണ് ഇതിന്റെ വില. കുറച്ച് നാളെ വാങ്ങിയിട്ട് അങ്കമാലി ജോൾ സിൽക്സിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് എൻ്റെ ബ്ലൗസ് എടുത്തിട്ട് അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ടിപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് തയ്ച്ച് കിട്ടിയിരിക്കുന്ന ബ്ലൗസ് ഇപ്പോൾ നമ്മൾ ഇടുമ്പോൾ വയറിൻ്റെ ഭാഗം ഇങ്ങനെ ചുളുങ്ങി കയറി പോകുന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് ഭാഗം കയറി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ താഴെയുള്ള ആ വണ്ണം, ഇപ്പോൾ ചുറ്റളവെന്ന് പറയും, താഴെ അടിവശത്ത് ആ ഇറക്കം വരുന്ന ഭാഗത്ത്, വയറിൻ്റെ ഭാഗത്ത് വരുന്ന ആ ചുറ്റളവുണ്ടല്ലോ, അവിടെ നമ്മൾ ഫ്രണ്ട് ഭാഗം കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ആ ബാക്കിൽ കുറച്ച് കുറയ്ക്കുകയും ഫ്രണ്ടിൽ കുറച്ച് കൂട്ടുകയും ചെയ്താൽ ആ പ്രശ്നം പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചുറ്റളവ് കറക്റ്റ് ഫ്രണ്ടിൽ 20 ബാക്കിൽ 20, അല്ലെങ്കിൽ ഫ്രണ്ടിൽ 18 ആണെങ്കിൽ ബാക്കിൽ 18, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എടുത്തു പോണത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഫ്രണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് നോക്കി നല്ല ടിപ്പ് ടോപ്പായിട്ട് അത് ചുരുണ്ട് പോവാതിരിക്കും. അപ്പോൾ അത്യാവശ്യം തയ്യൽത്തുമ്പുള്ള ബ്ലൗസിനാണ് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ബ്ലൗസിൻ്റെ ഈ സൈഡ് ഒന്ന് അഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ അതേ ബ്ലൗസിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ അഴിച്ചിട്ട്, ഞാൻ ഒരു സൈഡ് മാത്രമേ അഴിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് ഇതൊരു പ്രശ്നമില്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ ഒരു വശം മാത്രം അഴിച്ച് നിങ്ങളൊന്ന് കാണിച്ചു തരുന്ന കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ വിടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എനിക്ക് കിട്ടിയിരുന്നത്, ഞാൻ കറക്റ്റായിട്ട് തയ്ച്ചിരുന്നത് 8 ഫ്രണ്ടിലേക്ക് 8. അപ്പോൾ എന്നാൽ 32 ആണ് എൻ്റെ ചുറ്റളവ്. അപ്പോൾ ഇതിന് ഈ 8ൻ്റെ കൂടെ നമുക്കിവിടെ ഇനി ഇത്രയും ഭാഗം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കണം. ഇവിടെയും വരെ ഒരു തയ്യൽത്തുമ്പ് ഇടാനായിട്ട് ഒരു 3/4 ഇഞ്ച് ഇട്ടിട്ട് ബാക്കിയുള്ളത് എത്രയുണ്ടെന്ന് നോക്കാം. 1 ഇഞ്ച് എടുക്കാം, വേണമെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്. അപ്പോൾ ഈ 3/4 ഇഞ്ചിൻ്റെ അപ്പുറത്തെ സൈഡും, അതായത് ഈ ഭാഗവും നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം അഴിച്ചിട്ട് അങ്ങനെ തന്നെ എടുക്കണം. തയ്യൽത്തുമ്പുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. തയ്യൽത്തുമ്പ് മിക്കവാറും സാരി ബ്ലൗസുകൾക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അഴിച്ചതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഞാനൊരു 1 ഇഞ്ച് എന്ന് പറയാം, ഒരു ഉദാഹരണത്തിന് 1 ഇഞ്ച്, അപ്പുറത്തും ഞാൻ 1 ഇഞ്ച്. അപ്പോൾ എനിക്കിവിടെ ഓൾറെഡി 8 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 1 ഇഞ്ചോട് കൂട്ടി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഈ ഒരു ഭാഗം കൂട്ടൂല കേട്ടോ. ഇത് നമ്മൾ പടി വയ്ക്കുന്നതാണ്, അത് കൂട്ടാണ്ടാണ് നമ്മൾ 8 എടുത്തേക്കണേ. കണ്ടോ, 8 ഉണ്ട്. അപ്പോൾ ഒരു 7.25 8 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ 2 സ്ഥലത്ത് 1 ഇഞ്ച് കൂട്ടി കഴിയുമ്പോൾ 2 ഇഞ്ച് പോയി. അപ്പോൾ ബാക്കിൽ നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിലെടുത്തിരിക്കുന്ന അത്രയും തന്നെ ഭാഗം നമ്മുടെ ബാക്കിൽ കുറവ് വരുത്തണം. കാരണം നമുക്ക് ചുറ്റളവ് കറക്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഫ്രണ്ടിൽ കുറച്ച് കൂട്ടിയിട്ട് ബാക്കിലേക്ക് കുറച്ച് കുറയ്ക്കാനാണ് പോണത്. അപ്പോൾ നമുക്ക് അവിടെ 1 ഇഞ്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, 2 ഇഞ്ച്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ 8 16 ഇഞ്ച് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 14 ഇഞ്ചാക്കിയിട്ട് ബാക്ക് കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടണം, 7 എടുത്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ കുറയ്ക്കാം. അപ്പം നമ്മൾ ഈ വെട്ടിയേക്കണ ഭാഗം എങ്ങനെ വരും എന്നറിയോ, ഇതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ ഇതാ ബാക്കാണ്, ബാക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കുകയാണ്, അപ്പുറത്തേക്ക് തള്ളിയിടാണ്. 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വരും മാർക്ക്. അതേസമയം ഫ്രണ്ടിൽ 1 ഇഞ്ച് കൂട്ടുകയാണ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി അടിക്കുമ്പോൾ ഈ അടിപ്പുണ്ടല്ലോ നമ്മൾ അഴിച്ചെടുത്തണേ, അതിൻ്റെ താഴത്തേക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ഭാഗം കൂടി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുക. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇട്ട് നോക്കുക, ഫ്രണ്ട് ഭാഗം കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കക്ഷത്തിൻ്റെ അവിടെ നിന്ന് ഒടുങ്ങി അടിച്ചോട്ടെ, അന്നേരമാണ് ആ ഷേപ്പ് കിട്ടുള്ളൂ. ഇതേപോലെ ഒന്ന് അടിച്ച് ഇവിടെ യോജിപ്പിച്ച്, അപ്പോൾ കുറച്ച് ബാക്ക് കുറച്ച് കൂടുതൽ വരും, അത് നമുക്ക് വെട്ടിക്കളയാം. അതുപോലെ നിങ്ങളൊന്ന് തയ്ച്ചിട്ട് നോക്ക്, നമ്മുടെ ബ്ലൗസ് ഈ വയറിൻ്റെ ഭാഗത്ത് മടങ്ങുന്നത് ഒഴിവായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇട്ടോളൂ. ഞാൻ അതേ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.